ഇതുവരെ പബ്ലിഷ് ചെയ്യപ്പെടാത്ത എന്നാൽ ഒരു മുൻ പട്ടാള മേധാവി എഴുതിയ വിവാദമായ പരാമർശങ്ങളുള്ള ഒരു പുസ്തകം എന്ന അങ്ങേയറ്റം സെൻസിറ്റീവായുള്ള നിലയിലുള്ള ഒരു പുസ്തകം അച്ചടിക്കാത്ത ഒരു കോപ്പി എങ്ങനെ പ്രതിപക്ഷ നേതാവ് പരസ്യമായി പ്രദർശിപ്പിച്ചു? പക്ഷേ സത്യമായിട്ടുള്ള ഒരു കളിയില്ല, അത് ഞാൻ പഠിച്ചിട്ടുണ്ട്. പുതിയ ഒരു വിവാദത്തിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കുകയാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അദ്ദേഹം തന്നെ ഈ പറയുന്ന MM നരവനെ എന്ന് പറയുന്ന ഇതിന്റെ ഓദർ തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ട്വീറ്റ് ചെയ്തിരുന്നു. പുസ്തകം വാങ്ങാം എന്ന് പറയുന്നത് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരുന്നിട്ടുള്ള ഒരു കാര്യമാണ്. അത് പൊതുജന മധ്യത്തിൽ നിൽക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഏറ്റവും മുതിർന്ന കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ഇത് ആമസോണിൽ നിന്നാണ് ഞങ്ങൾക്ക് വാങ്ങാൻ കഴിഞ്ഞത് എന്ന് അദ്ദേഹം വരെ പറയുകയുണ്ടായി. അപ്പൊ ഇത്തരത്തിൽ ഇത് യഥാർത്ഥത്തിൽ ഒരു പുസ്തകം പ്രതിരോധ മന്ത്രാലയത്തിന്റെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അനുമതി വാങ്ങേണ്ട ഒരു പുസ്തകമാണ് എന്ന് ഇത്രനാൾ പറഞ്ഞു വെച്ചു. ഈ പുസ്തകത്തെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ വലിയ രീതിയിൽ ഈ നാട്ടിലെ സംവിധാനങ്ങൾക്ക്, ഈ നാടിന്റെ ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾക്ക് ഹാലിളകുന്ന കാഴ്ച നമ്മൾ കുറെ ദിവസങ്ങളായി കണ്ടു. പഴയ അടവ് തന്നെ ഒരിക്കൽ കൂടി അല്ലേ? നന്നായി. ബാഡ് വർക്കേഴ്സ് ബ്ലെയിം ദെയർ ടൂൾസ് എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക. ഇത് ഉണ്ട് എന്നോ ഇല്ല എന്നോ അല്ല പറയുന്നത്. ഇത് അതിനപ്പുറത്തേക്ക് ഇത്തരം വിവാദങ്ങളെ ഏറ്റവും മോശപ്പെട്ട തരത്തിലേക്ക് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് തുറന്നു പറയാൻ കെൽപ്പില്ലാത്ത, കഴിവില്ലാത്ത ഒരു രാജ്യത്തിന്റെ ഭരണകൂടം ഇവിടെ നിൽക്കുകയാണ്. വളരെ കൃത്യമായി തന്നെ ഇത് പരാമർശിക്കപ്പെട്ട മുൻപ് കാരവാൻ ഉൾപ്പെടെയുള്ള അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള അതിന്റെ ഭാഗങ്ങൾ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുമാണ്. ഇത്തരത്തിലൊക്കെ നമ്മുടെ പൊതുമധ്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ ഒരു പബ്ലിഷേഴ്സിനെ വിലക്കെടുത്ത് ഒരു എഴുത്തുകാരനെ, അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു വലിയ ഉദ്യോഗസ്ഥ തലത്തിൽ, ഈ രാജ്യത്തിന്റെ തന്നെ വലിയ ഉദ്യോഗസ്ഥ തലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ പോലും വിലക്കെടുത്തുകൊണ്ട് എന്ത് മറയ്ക്കാനാണ് ഈ രാജ്യത്തിന്റെ ഭരണകൂടം ശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും രാജ്യത്തിനെതിരെ സംസാരിച്ചാൽ, വലിയ നിങ്ങൾ ഈ പറയുന്ന വീഴ്ചകൾക്കെതിരെ സംസാരിച്ചാൽ, ഭരണകൂടത്തിനെതിരെ സംസാരിച്ചാൽ, പ്രധാനമന്ത്രിക്കെതിരെ സംസാരിച്ചാൽ നിങ്ങൾ രാജ്യദ്രോഹ കുറ്റം ചെയ്യുകയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കുകയും രാജ്യത്തെ മുഴുവൻ പൗരന്മാരെയും അത്തരത്തിലാണ് ധരിപ്പിക്കുന്നത്. നടന്നത് തന്നെ. ആ തീരുമാനം മാറ്റേണ്ടി വരുമെന്ന് ഞാൻ ഖേദത്തോടെ അറിയിക്കട്ടെ. പറഞ്ഞിരിക്കുന്ന ഈ പരാമർശങ്ങൾ അതല്ലേ ഗൗരവതരമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടത്? ഇതിപ്പോ പോലീസ് അന്വേഷിക്കുന്നുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ അത് ഈ രാഹുൽ ഗാന്ധി, രാജ്യത്തെ പ്രതിപക്ഷ നേതാവ്, ഇങ്ങനെയൊരു പബ്ലിഷ് ചെയ്യപ്പെടാത്തൊരു പുസ്തകം ഔദ്യോഗികമായിട്ട് ഉയർത്തിക്കാട്ടുകയും അതേ സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്തു എന്ന വിഷയത്തെയാണോ BJP വലുതായി കാണുന്നത്? വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. അങ്ങനെ ഒരു താരതമ്യം ഇവിടെ ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. രണ്ടും ഗൗരവമുള്ള വിഷയങ്ങൾ തന്നെയാണ്. അതിൽ ഒരു പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിൽ അതിൻ്റെ പബ്ലിഷറും അതിൻ്റെ ഗ്രന്ഥകർത്താവും തന്നെ ഇതിനോടകം വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ വന്ന് തെറ്റായിട്ടുള്ളൊരു വാദം ഉന്നയിക്കാൻ ശ്രമിച്ചു എന്നത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു പ്രശ്നമല്ലേ? നോക്കൂ, നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ കരസേനാ മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് ഓഫ് 1923 പ്രകാരം ബൈൻഡിംഗ് ആയിട്ടുള്ള ആളുകളാണ്. ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് പ്രകാരം രാജ്യത്തിൻ്റെ ഇന്റലിജൻസിൻ്റെയോ സ്ട്രാറ്റജിക് മേഖലയിലോ ഡിഫൻസ് മേഖലയിലോ പ്രവർത്തിച്ചിരുന്ന ആളുകൾ അവരുടെ മെമ്മോയോസോ മറ്റു കാര്യങ്ങളോ പ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ, സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ ഡിഫൻസ് മിനിസ്ട്രിയുടെ മുൻകൂർ ക്ലിയറൻസ് അല്ലെങ്കിൽ പ്രയർ പെർമിഷൻ മേടിച്ചിരിക്കണം എന്നൊരു പ്രൊവിഷൻ ഉണ്ട്. അങ്ങനെ ഒരു ഡിഫൻസ് മിനിസ്ട്രി ക്ലിയറൻസ് കൊടുത്തിട്ടില്ലാത്തൊരു പുസ്തകത്തിലെ അത് പുസ്തകമായിട്ട് പബ്ലിഷ് പോലും ചെയ്തിട്ടില്ല, ഡിജിറ്റൽ ഫോർമാറ്റിലോ പ്രിന്റ് ഫോർമാറ്റിലോ ഞങ്ങൾ ഇതുവരെ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് പബ്ലിഷർ ഒഫീഷ്യലി ക്ലാരിഫൈ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിൽ അത് ഇതുവരെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഗ്രന്ഥകർത്താവ് തന്നെ പറയുന്ന ഒരു വിഷയത്തിൽ ഇങ്ങനെയൊരു പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞ് അതിലെ ഒരു പർപ്പോർട്ടഡ് ആയിട്ടുള്ള വാചകം, ആ വാചകത്തിന്റെ തർജ്ജമ അങ്ങ് പറഞ്ഞത് ശരിയല്ല. നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ചെയ്യൂ എന്നല്ല അതിലെ വാചകം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് യുക്തമായത് ചെയ്യൂ, എന്താണോ ഉചിതം അതായത് ചെയ്യൂ എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നമാണ്. ആദ്യം ഈ ഒതന്റിക് ആണോ ഈ പറയുന്ന പരാമർശം? പാർലമെന്റിൽ നടത്തുന്ന ഒരു പ്രസ്താവനയാണ്. പാർലമെന്റിന്റെ നിയമങ്ങളിലെ റൂൾ 349 പ്രകാരം അൺഒതന്റിക്കേറ്റഡ് ആയിട്ടുള്ള, പാർലമെന്റിന്റെ ടേബിളിൽ വെച്ചിട്ടില്ലാത്തതല്ലാത്ത, ചർച്ച ചെയ്യപ്പെടുന്ന വിഷയവുമായി നേരിട്ട് ബന്ധപ്പെട്ടതല്ലാത്ത കാര്യങ്ങൾ റേസ് ചെയ്യുന്നത് ചട്ടവിരുദ്ധമാണ്. അങ്ങനെ ചട്ടവിരുദ്ധമായിട്ടുള്ളൊരു കാര്യം ഊഴം തെറ്റിച്ചിട്ടാണ് പറയുന്നത്. നമുക്കറിയാം ബജറ്റ് സെഷന്റെ ഫോർമാറ്റ് എന്താ നമുക്കറിയാം. ആദ്യം രാഷ്ട്രപതി ജോയിന്റ് സെഷൻ അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ആ രാഷ്ട്രപതിയുടെ ജോയിന്റ് അഡ്രസ്സിന് അതിനുശേഷം നന്ദിപ്രമേയം അവതരിപ്പിക്കുന്നു. ആ നന്ദിപ്രമേയ ചർച്ചയിൽ രണ്ട് പക്ഷവും പങ്കെടുക്കുന്നു. അതിനുശേഷം ബജറ്റ് അവതരിപ്പിക്കുന്നു. ബജറ്റിന്റെ മേലെ ഡിസ്കഷൻ നടക്കുന്നു. ഇവിടെ രാഷ്ട്രപതിയുടെ ജോയിന്റ് സെഷനെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിന് നന്ദിപ്രമേയ ചർച്ച അവതരിപ്പിക്കുന്ന സമയത്ത് ഈ വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഒരു പുസ്തകം എടുത്തു കാട്ടിച്ച് ഇതിലെ ചില ഭാഗങ്ങൾ ഞാൻ വായിക്കാൻ പോവാണെന്ന് പറയുന്നു. അതിന് പെർമിഷൻ നിഷേധിക്കുന്ന സമയത്ത്
വലിയ അലങ്കോലം സൃഷ്ടിക്കുന്നു. സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്നതിന് പകരം മേശപ്പുറത്ത് കയറി ഇന്ന് പുസ്തകത്തിന്റെ പേജുകൾ കീറി വലിച്ചെറിയുന്നു. ആകെ അലങ്കോലം സൃഷ്ടിക്കുകയാണ്. കായാലും സംശയം തോന്നാം, എനിക്ക് എന്താ വേറെ പണിയില്ലേ? ഞങ്ങളും ചോദിച്ചു. പുള്ളിയെ ക്ഷമിക്കാം. പുള്ളിക്കും കുടുംബം ജീവിതം എല്ലാം ഉണ്ടല്ലേ. ഇങ്ങനെ തട്ടിക്കുട്ടി മുമ്പോട്ട് പോവണ്ടേ കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ട്. കഴിഞ്ഞ ദിവസം സ്പീക്കർ തന്നെ പറഞ്ഞു 19 വിലപ്പെട്ട മണിക്കൂറുകൾ 6 ദിവസം തുടർച്ചയായിട്ട് സഭ സ്റ്റോൾ ചെയ്യുകയാണ്. 3300 കോടി രൂപയാണ് 2014 മുതൽ 2026 വരെ ഇത്തരത്തിൽ സഭ പ്രവർത്തനം നടത്താതിരുന്നത് കൊണ്ട് രാജ്യത്തിന് നഷ്ടമായത്. അപ്പൊ അങ്ങനെ ഒരു ഊഴം തെറ്റിച്ചിട്ടൊരു ഇത് നടത്തുകയാണ്. ഇദ്ദേഹത്തിനൊരു ചോദ്യം ചോദിക്കണമെങ്കിൽ സഭാ നിയമപ്രകാരം മതിയായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട്. ഒരു 0 ഓവറിൽ ചോദ്യം റൈസ് ചെയ്യാം, അല്ലെങ്കിൽ അടിയന്തര പ്രമേയമായിട്ടൊരു ചോദ്യം റൈസ് ചെയ്യാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അവർ എന്ന് പറയുന്ന അവർ തന്നെയുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി അവർ തന്നെയുണ്ട്. ഈ സംഗതികളൊന്നുമല്ല ഉപയോഗിക്കുന്നത്. നന്ദി പ്രമേയ ചർച്ചയ്ക്കിടയിൽ ഈ വിഷയം കൊണ്ടുവരുന്നു. എന്നിട്ട് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ആവശ്യം എന്താണ്? ബജറ്റ് സെഷനിൽ ചർച്ച നടത്തുന്നതിന് മുൻപേ ഊഴം തെറ്റിച്ച് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൊടുക്കണം എന്നാണ്. അദ്ദേഹത്തിന് ആദ്യം 1 മണിക്കൂർ പ്രസംഗിക്കാനുള്ള അവസരം കൊടുക്കണം. അത് കൊടുക്കാതിരിക്കുന്നത് ജനാധിപത്യ നിഷേധമാണെന്ന് പറഞ്ഞിട്ടാണ് 6 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്താണ്? ഈ പ്രതിപക്ഷ നേതാവ് നാണം കെട്ട് രാജ്യത്തിന് മുമ്പിൽ ലജ്ജിതരായി നിൽക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇത് നരവാനി തന്നെ ഇത് പ്രീ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പ്രീ ഓർഡർ ചെയ്യുന്നതും പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതും രണ്ടാണ്. ഇന്നിപ്പോ പെൻഗ്വിൻ ഹൗസ് രണ്ടാമതൊരു ക്ലാരിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ 4 വാചകങ്ങൾ എടുത്തിട്ട് അവർ അതിന്റെ അർത്ഥം വിശദീകരിക്കുകയാണ്. ലോഞ്ചിങ് ഓഫ് എ ബുക്ക്, പ്രീ ഓർഡറിങ് എ ബുക്ക്, അതേപോലെ തന്നെ എന്താണ് അനൗൺസിങ് എ ബുക്ക്, പബ്ലിഷിംഗ് എ ബുക്ക്. ഇത് 4 കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുക. കാര്യമുണ്ട്. ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, നാട്ടുകാരുടെയും കൂടി. ഇത് വിട്ടതാണ് രാഹുൽ ഗാന്ധിയുടെ ഇക്കാര്യത്തിലെ ഇടപെടലുകൾ എന്ന BJPയുടെയും ഭരണപക്ഷത്തിന്റെയും ആക്ഷേപവും വിമർശവും ശരിയായതായിട്ട് വരില്ലേ ഡോക്ടർ ശിവദാസൻ? പ്രതിപക്ഷ നേതാവ് ഒരു വിഷയം ഉന്നയിക്കാനുള്ള അവസരം ചോദിച്ചു കഴിഞ്ഞാൽ അത് നൽകുക എന്നുള്ളതാണ്. അത് രാജ്യസഭയിലായാലും ലോകസഭയിലായാലും സഭാ നടപടികളുടെ ഭാഗമായുള്ള ചില മര്യാദകളും കീഴ്വഴക്കങ്ങളുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൻ്റെ മുകളിൽ ഒരു സമയം സംസാരിക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായി കൊടുക്കുന്ന രീതിയാണ്. ഇവിടെ ഉണ്ടായത് എന്താണ്? പാർലമെന്റിനകത്ത് ലോകസഭയിലെ അംഗങ്ങളെ അവർ ലോകസഭയിൽ നടത്തിയിട്ടുള്ള പരാമർശത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ഭാഗമായിട്ട് സസ്പെൻഡ് ചെയ്യുന്നു. ആ സസ്പെൻഷനെതിരായിട്ട് സ്വാഭാവികമായിട്ട് പാർലമെന്റിനകത്ത് സ്വാഭാവിക ഒരു അന്തരീക്ഷം ഉണ്ടാവും. അങ്ങനെ അന്തരീക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് മര്യാദ. രണ്ടാമത്തെ എന്താണ്? പാർലമെന്റ് എന്ന് പറയുന്നത് ചർച്ചയുടെയും സംവാദത്തിന്റെയും എല്ലാം കേന്ദ്രമാണ്. അത് സസ്പെൻഡ് ചെയ്യാനും പുറത്താക്കാനും അംഗങ്ങളുടെ അവകാശം നിഷേധിക്കാനുമുള്ള ഒരു സ്ഥലമായി ചുരുക്കിക്കെട്ടാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുണ്ടാകാൻ പാടില്ല. സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുഹൃത്ത് പറയുണ്ടായി, BJPയുടെ പ്രതിനിധി പറഞ്ഞു ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരമുണ്ടല്ലോ. എന്താ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇപ്പോൾ പാർലമെന്റിന്റെ അവസ്ഥ? ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകുന്നുണ്ടോ? 2022 ഞാൻ ഇന്ത്യയിലെ കരസേനയിൽ ഉണ്ടായിട്ടുള്ള ഒഴിവിനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചു. വ്യോമസേനയിലെയും നാവികസേനയിൽ ഒഴിവ് ചോദിച്ചു. അന്ന് എനിക്ക് ഉത്തരം കിട്ടി. 1,30,000 ചില്ലാനം ഒഴിവുണ്ടെന്നുള്ള ഉത്തരം തരികയുണ്ടായി. തൊട്ടടുത്ത വർഷം ഞാൻ വീണ്ടും ഈ ചോദ്യം ആവർത്തിച്ചു. ആ വർഷവും ചോദ്യത്തിന് ഉത്തരം തന്നു. തൊട്ടടുത്ത വർഷം നൽകുന്ന ഉത്തരം എന്താണെന്ന് വെച്ചാൽ രാജ്യസുരക്ഷയെ മാനിച്ചുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പറ്റുന്നില്ല എന്നാണ്. പ്രധാനമന്ത്രിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള കാറിന്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ, ഉപയോഗിക്കുന്ന വിമാനത്തിന് വേണ്ടി എത്ര രൂപയാണ് ചെലവാക്കിയതെന്ന് ചോദിച്ചാൽ ഉത്തരം നൽകാത്തതാണ് ഇന്ത്യയിലെ ഭരണാധികാരികൾ. വായിക്കെടുക്കുന്ന എല്ലില്ലാത്ത നാവാന്ന് വിചാരിച്ച് എന്തെങ്കിലും കയറി വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് വിളമ്പരുത് കേട്ടോ. ോടെയുള്ള നിലപാട് രാഹുൽ ഗാന്ധി സ്വീകരിക്കേണ്ടതല്ലേ? ഈ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടേ ഇല്ലാത്ത പുസ്തകത്തിലെ വിവരങ്ങൾ എടുത്ത് ഇങ്ങനെ പറയുക എന്ന് വെച്ചാൽ രാജ്യത്തോട് തന്നെയുള്ളൊരു അപമാനമായിട്ട് കണക്കാക്കിയാൽ ഭരണപക്ഷത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? BJPയുടെ നേതാക്കന്മാരുടെയും പത്രപ്രസ്താവനകൾ ഉൾപ്പെടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലേറ്റവും പ്രാധാന്യം അർഹിച്ച് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിരന്തരം അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു വെക്കുന്ന ഒരു രീതി പലപ്പോഴായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഇത്ര രാജ്യസുരക്ഷയെ പറ്റി കരുതലുള്ള, ഇത്രയേറെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അത്ര കരുതലോടുകൂടെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ എന്തിനെയാണ് ഭയക്കുന്നത് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു വെക്കേണ്ടത്. എന്തിനാണ് പേടിക്കുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഈ പറയുന്നത് പോലെ മടിയിൽ കനമുള്ളത് കൊണ്ട് തന്നെയാണ് പേടിയുള്ളത് എന്ന് പറഞ്ഞു. സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ.
നേരത്തെ ബഹുമാന്യനായിട്ടുള്ള പാർലമെന്റ് അംഗം അദ്ദേഹം പറഞ്ഞു വെച്ചതുപോലെ ഇതൊരു ജനാധിപത്യത്തിന്റെ സംവിധാനമാണ്. ഇത് ഈ നാട്ടിലെ BJP-ക്കാരോട് ജനാധിപത്യത്തെ പറ്റി പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണെന്ന് നമ്മൾ കുറെ വർഷങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിരന്തരമായി ഇപ്പൊ നേരത്തെ തന്നെ ശ്രീ ശങ്കുട്ടി ദാസ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഇപ്പൊ പുസ്തകങ്ങൾ കോട്ട് ചെയ്യുന്നതിനെ പറ്റി, അതിന്റെ റൂളിങ്ങിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ചർച്ചയിൽ തന്നെ ഈ നിഷികാന്ത് ദുബെ എന്ന് പറയുന്ന BJP-യുടെ പാർലമെന്റ് അംഗം അദ്ദേഹം 4 പുസ്തകം കയ്യിലെടുത്തു വന്നു. അത് ഇന്ത്യയുടെ രാജ്യസുരക്ഷയെ പറ്റി പറയുന്ന പുസ്തകം അല്ലെങ്കിൽ പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം എടുത്തുകൊണ്ടുവന്ന ആ 4 പുസ്തകങ്ങളുടെ ഉള്ളടക്കത്തെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല, അത് സംസാരിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളപ്പോൾ നിയമങ്ങൾ മാറ്റുകയും നിയമങ്ങൾ അതിനനുസരിച്ച് ഉണ്ടാക്കുകയും അതിനനുസരിച്ചൊക്കെ ചർച്ച നടക്കുകയും ചെയ്യുന്ന രീതിയൊന്നും ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സമ്പ്രദായത്തിൽ യാതൊരു വിധത്തിലും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. ഡോൺ സ്പെയർ മീ എന്ന് പറഞ്ഞു വെച്ച നെഹ്റുവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ച് ഹാലിളകുന്ന എന്ത് പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി കാണുന്നത്. ഈ പെർഫോമൻസ് ഒന്നും ഈ പറയുന്ന നമ്മൾ ഈ കരസേനയുടെ മുൻ മേധാവി അദ്ദേഹം വലിയ ഗുരുതരമായിട്ടുള്ളൊരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ഈ പറയുന്ന പ്രതിരോധത്തിന്റെ ചാർജുള്ള ആളുകളോട്, മന്ത്രിമാരോട് ഇത്തരമൊരു വിഷയം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗാൽവാനിലേക്ക് ചൈനയുടെ ട്രക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ പട്ടാളം അടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതുപോലെ ചെയ്യുക, ഉചിതമായത് ചെയ്യുക. ഇപ്പൊ നേരത്തെ ശങ്കുട്ടിദാസ് അതിനെ പ്രതിരോധിക്കുന്നത് കണ്ട് നിങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്യുക എന്നുള്ളതല്ല. പിന്നെ എന്തിനാണ് ഇവിടെ രാജ്യത്തിനൊരു പ്രതിരോധ സംവിധാനം? എന്തിനാണ് രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾ? ഒരു രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് ഇവിടെ നിലനിൽക്കുന്ന ഭരണകൂടവും ആ ഭരണകൂടം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ഇച്ഛാശക്തിയും ഒക്കെ ഇതിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലേ? ഇവന്മാരെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ. ഇത്തരമൊരു ഘട്ടത്തിൽ ആ മന്ത്രിസ്ഥാനത്തുള്ള ഒരാൾ ഇങ്ങനെയായിരുന്നോ പ്രതികരിക്കേണ്ടതെന്ന ചോദ്യം സ്വാഭാവികമായിട്ടും രാജ്യത്തിൻ്റെ ആകെ ഉള്ളിലേക്ക് എറിഞ്ഞു തറപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചില്ലേ? അതിനൊരല്പം വഴിവിട്ടാണെങ്കിലും അദ്ദേഹം പെരുമാറിയത് കൊണ്ടല്ലേ അത് സാധിച്ചത്? അഡ്വക്കേറ്റ് ശങ്കു, ഗാന്ധി ഒരു പൊളിറ്റിക്കൽ പോയിന്റ് സ്കോർ ചെയ്യാനാണ് ശ്രമിച്ചതെന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന വ്യാജത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കപടത രാജ്യത്തിന് ബോധ്യപ്പെടാനുള്ള മറ്റൊരു സന്ദർഭമായിട്ടാണ് ഇത് മാറിയത് എന്നുള്ളതാണ് എൻ്റെ ആ കാര്യത്തിലെ നിരീക്ഷണം. ഇവിടെ നോക്കൂ, ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഔദ്യോഗികമായിട്ട് പാർലമെന്റിൽ തന്നെ നിരവധി തവണ വിശദീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് M നരവാൻ ഇതുവരെ ഈ കാര്യം നിഷേധിച്ചില്ല എന്നുള്ളത് അദ്ദേഹം പറയേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന് അത്ര ഗൗരവമായി തോന്നിയിട്ടുണ്ടാവില്ല രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. പക്ഷേ അതിൽ പബ്ലിഷർ തന്നെ നേരിട്ട് വന്നിട്ട് ആ കാര്യം വിശദീകരിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പബ്ലിഷർക്കൊപ്പം നിൽക്കാനാണ് അദ്ദേഹം തയ്യാറായത്. രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം, അതായത് ഇത് പുസ്തകം പുറത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ദിസ് ഈസ് അവൈലബിൾ അബ്രോഡ് എന്ന് പറഞ്ഞ കാര്യവും KC വേണുഗോപാൽ പറഞ്ഞത് ആമസോണിൽ കിട്ടുമെന്ന് പറഞ്ഞ കാര്യവും അത് അസത്യമാണ്, വ്യാജമാണ് ഇതിനോടകം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. ആ കാര്യത്തിൽ കോൺഗ്രസിന് യാതൊരു വിശദീകരണവും ഇല്ല. അവർ റെട്ടോറിക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, മറ്റെല്ലാ കാര്യങ്ങളെ പറ്റിയും പറയുന്നു. പക്ഷേ ഡയറക്റ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് പ്രകാരം ഡിഫൻസ് മിനിസ്റ്റർ പെർമിഷൻ കൊടുത്തിട്ടില്ലാത്ത, ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ലാത്ത ഒരു പുസ്തകത്തിൽ ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന വാചകങ്ങൾ പാർലമെന്റിൽ വന്ന് ഊഴം തെറ്റിച്ച് പറയുന്നത് എന്തിനാണെന്ന് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുന്നത് അദ്ദേഹം വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നി. അതായത് ചട്ടങ്ങളോ ചിട്ടവട്ടങ്ങളോ എന്തുമായിക്കോട്ടെ, സഭയുടെ പ്രവർത്തന രീതി എന്തുമായിക്കോട്ടെ, പക്ഷെ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞാൽ അപ്പം അതൊക്കെ നിർത്തിയിട്ട് അദ്ദേഹത്തിന് സമയം കൊടുക്കണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സഭയിൽ ഇത്തരത്തിലുള്ള സെഷനുകളും ഇത്തരത്തിലുള്ള മോഷനുകളും ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളും ഒക്കെ എന്തിനാണ്? രാഹുൽ ഗാന്ധിക്ക് എപ്പോഴൊക്കെ തിരുവുള്ളക്കേട് ഉണ്ടാവുന്നു അപ്പോഴൊക്കെ അദ്ദേഹത്തിന് ഓരോ കാര്യങ്ങൾ എഴുന്നള്ളിക്കാം എന്നൊന്നും അവർ ചട്ടമൊന്നുമില്ല. അങ്ങനെ ഒരു എൻടൈറ്റിൽമെന്റ് ഒന്നും പ്രതിപക്ഷ നേതാവിനില്ല. ഈ രാജ്യത്തിന് ചൈനയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിട്ടുള്ള ഭൂമിയെ പറ്റിയിട്ട് 2025, 2024, 2020 മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആയിക്കോട്ടെ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആയിക്കോട്ടെ ആവർത്തിച്ച് റിട്ടേൺ ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചൈനയുമായിട്ട് നഷ്ടപ്പെട്ടിട്ടുള്ള ഭൂമി എത്രയാണ്? നമുക്ക് 38,000 സ്ക്വയർ കിലോമീറ്റർ ഭൂമിയാണ് ഇന്ത്യ ചൈനയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് 1962 ഇന്തോ ചൈന വാറിലാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആ കാലത്ത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പിന്നീട് പാകിസ്ഥാന്റെ കയ്യിലുള്ള പാക് ഒക്കുപൈഡ് കശ്മീരിലെ 5300 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഇന്ത്യയുടെ ഭൂമിയാണ്. ആ ഭൂമി പാകിസ്ഥാൻ ചൈനയ്ക്ക് ലീസിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചൈനയുടെ കയ്യിൽ ആകെ 43,000 സ്ക്വയർ കിലോമീറ്റർ ഭൂമി, അക്സായിച്ചിന് ഉൾപ്പെടെയുള്ള ഭൂമിയുണ്ട്. ഇത് നഷ്ടപ്പെട്ടത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ കാലത്തല്ല, ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ്. പാകിസ്ഥാന്റെ കയ്യിൽ ഇന്ത്യയുടെ 78,000 സ്ക്വയർ കിലോമീറ്റർ ഭൂമിയുണ്ട്. ഈ ഭൂമി 1947 ഇന്തോ പാകിസ്ഥാൻ വാറിന്റെ സമയത്താണ് നഷ്ടപ്പെട്ടത്. അപ്പൊ സൈനിക മേധാവിയുടെ പരാമർശങ്ങളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ റെലവന്റ് ആയി തോന്നുന്നൊരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കട്ടെ. ബ്രിഗേഡിയർ ഖണ്ടൂരി എഴുതിയിട്ടുള്ള ഫീൽഡ് മാർഷൽ കരിയപ്പ ഹിസ് ലൈഫ് ആൻഡ് ഹിസ് ടൈംസ്
എന്ന് പറയുന്ന പുസ്തകമുണ്ട് കരിയപ്പയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്. അതിൽ പാകിസ്ഥാന്റെ ഈ പഷ്തൂൺ റെജിമെന്റ് ജമ്മു കാശ്മീരിലേക്ക് കയറി വരുന്ന സമയത്ത് കരിയപ്പ ജവഹർലാൽ നെഹ്റുവിനോട് നടത്തിയിട്ടുള്ള ഒരു ചർച്ചയുടെ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് പാകിസ്ഥാന്റെ ആർമി അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അടിയന്തരമായി ആക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇൻഡിസൈസീവ് ആയിട്ട് പ്രധാനമന്ത്രി മറുപടി പറയാൻ കഴിയാണ്ടിരുന്നു. അവസാനം സർദാർ വല്ലഭായ് പട്ടേൽ നെഹ്റുവിനോട് ചോദിച്ചു, മിസ്റ്റർ നെഹ്റു, ഡു യു വാണ്ട് ടു റീറ്റെയിൻ കശ്മീർ ഓർ നോട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ നെഹ്റു യെസ് എന്ന് പറഞ്ഞപ്പോൾ സർദാർ പട്ടേലാണ് ഞങ്ങൾക്ക് ഓർഡർ തന്നത്, മിസ്റ്റർ കരിയപ്പ യു ക്യാൻ മൂവ് എന്ന് ഞങ്ങൾക്ക് ഓർഡർ തന്നത് സർദാർ പട്ടേലാണ്. നെഹ്റു ഒരു തീരുമാനം പോലും പറയാൻ കഴിയാണ്ടിരുന്നു. അങ്ങനെ അന്ന് പാകിസ്ഥാന്റെ ആർമി അഡ്വാൻസ് ചെയ്തിടത്തോളം പ്രദേശമാണ് 78,000 സ്ക്വയർ കിലോമീറ്റർ ഭൂമി. അതാണ് ഇപ്പോഴും പാക് ഒക്യുപൈഡ് കശ്മീർ ആയിരിക്കുന്നത്. ഈ രണ്ട് ഭൂമി നമുക്ക് നഷ്ടപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്താണ്. ഈ അക്സായ് ലഡാക്കിലെ ഭൂമി ചൈന ക്ലെയിം ഉന്നയിച്ച സമയത്ത് താങ്കളുടെ വിഷയത്തിൽ മാറുകയാണോ എന്ന് ഒരല്പം ഭയപ്പെട്ടെങ്കിലും താങ്കൾ ആ വിഷയത്തിന് നിന്നു. പക്ഷേ കേട്ടിട്ട് എന്റെ വൈറ്റമിൻസ് ചോർന്ന് പോണു വിക്രമ. വേല കയ്യിലിരിക്കട്ടെ ആശാനെ, ഞങ്ങൾ ഇത് കുറെ കണ്ടത്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.